ഹായ് അസ്സലാമലൈക്കും. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നേന്ത്രപ്പഴം അരിപ്പൊടിയും വെച്ചിട്ട് ഒരു അടിപൊളി 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പിയാണ്. വളരെ ടേസ്റ്റിയാണ്, അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു 4 മണി പലഹാരമാണ്. നേന്ത്രപ്പഴം കൊണ്ടൊക്കെ നമ്മൾ ഒരുപാട് പലഹാരങ്ങളൊക്കെ തയ്യാറാക്കലുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു വ്യത്യസ്തമായിട്ടാണ് ഈ ഒരു പലഹാരം ഇവിടെ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കിയത് എന്ന് നോക്കാം. അതിനു മുന്നേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 3 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. ഒരു മീഡിയം സൈസിലുള്ള നേന്ത്രപ്പഴം എടുത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല പഴുത്തതാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ നല്ല മധുരമുള്ള നേന്ത്രപ്പഴം നോക്കിയെടുക്കുക, ശ്രദ്ധിക്കാം. ഇനി ഇതൊന്ന് കഴുകി മുറിച്ചെടുത്തതിന് ശേഷം ആവിയിലൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ 3 എണ്ണമാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുക കുറക്കുകയൊക്കെ ചെയ്യാം. ഇപ്പോൾ പഴം നമ്മൾ നല്ലപോലെ വേവിച്ചെടുത്തിട്ടുണ്ട്. നല്ല പഴുത്ത പഴമാണ്, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഇനി ഇതൊന്ന് തണുക്കാനായിട്ട് വെക്കാം. അപ്പോഴേക്കും ഇതിലേക്ക് വേണ്ട ശർക്കരപ്പാനി നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ശർക്കരപ്പാനിക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് 3 അച്ച് ശർക്കരയാണ്. അത്യാവശ്യം നല്ല മധുരം ഉണ്ടാവും നമ്മുടെ ഒരു പലഹാരത്തിന്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതാ ശർക്കരപ്പാനി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു അരിപ്പയിലൂടെ അരിച്ച് മാറ്റാം. അപ്പോൾ ശർക്കരപ്പാനിത്തെ അഴുക്കുകളുണ്ടെങ്കിലൊക്കെ ഒന്ന് പോയി കിട്ടും. ഇനി നമുക്കിതിവിടെ മാറ്റി വെക്കാം. ഇപ്പോൾ ഇതാ നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള പഴം നല്ലപോലെ ചൂടാറിയതിൻ്റെ ശേഷം ഞാനിതാ അതിൻ്റെ ഉൾവശത്തെ കറുത്തൊക്കെ മാറ്റി, അതുപോലെ തന്നെ പുറം വശത്തുള്ള ഈ നാര് പോലെ ഉള്ളതൊക്കെ ഒന്ന് മാറ്റിയിട്ട് മിക്സിയുടെ ജാറിൽ നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. നല്ല പേസ്റ്റായിട്ട് തന്നെ അടിച്ചെടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ അതവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. പഴം ഞാൻ മിക്സിയിൽ അടിച്ചെടുത്ത നേരത്തെ ഇതിലൊന്നും വെള്ളമൊന്നും ചേർക്കാതെയാണ് ഞാൻ അടിച്ചെടുത്തിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് അങ്ങനെ അടിച്ചെടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ 2 പ്രാവശ്യമായിട്ടാണ് ഞാനിവിടെ അടിച്ചെടുത്തിട്ടുള്ളത്. ഇപ്പോൾ 2 പ്രാവശ്യം അടിച്ചെടുത്തത് നല്ലപോലെ ഒന്നാണ് മിക്സാക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് അരിപ്പൊടിയാണ്. ഒരു 1/2 കപ്പോളം അരിപ്പൊടിയാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. വറുത്തതോ വറുക്കാത്തതോ ഏത് അരിപ്പൊടിയാണെങ്കിലും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അത് കുറച്ചിട്ടിട്ട് നമുക്കിങ്ങനെ യോജിപ്പിച്ചെടുക്കാം. ഒരു സ്പൂൺ വെച്ചിട്ട് ഈ പഴത്തിൻ്റെ മിക്സിയിൽ നല്ലപോലെ യോജിപ്പിച്ചെടുക്കാം. വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഈ പഴത്തിൻ്റെ ആ ഒരു ഇതിൽ നമ്മളിതൊന്ന് കുഴച്ചെടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത് 1/2 കപ്പ് പൊടിയാണ്. നിങ്ങളെടുക്കുന്ന പഴത്തിൻ്റെ വലുപ്പത്തിനനുസരിച്ചായിരിക്കും അതിലേക്ക് പൊടി ചേർക്കേണ്ടത്. അപ്പോൾ ഈ ഒരു 1/2 കപ്പിൽ കൂടാനോ കുറയാനൊക്കെ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതിനാണ് കുറച്ചിട്ടിട്ട് നമ്മളിത് കുഴച്ചെടുക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ കൈ കൊണ്ട് നല്ലപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. നമ്മളിത് കുഴച്ചെടുക്കുന്ന ടൈമിൽ കയ്യിൽ ഒട്ടിപ്പിടിക്കുകയാണെങ്കിൽ കുറച്ച് ഓയിൽ തടവി കൊടുത്തിട്ട് നമുക്ക് കുഴച്ചെടുക്കാം. അപ്പോൾ കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കൂല. അപ്പോൾ നമ്മളിതാ ചപ്പാത്തി മാവിനൊക്കെ കുഴച്ചെടുക്കുന്ന പോലെയാണ്. അതിനേക്കാളും കുറച്ച് ലൂസ് വേണം. അതുപോലെയാണ് ഇവിടെ കുഴച്ചെടുത്ത് നമ്മുടെ കയ്യിൽ ഇങ്ങനെ ഉരുട്ടിയെടുക്കാൻ പറ്റുന്ന രീതിയിൽ. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. നെയ്യ് ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അതുപോലെ തന്നെ 2 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും ഒന്നും കൂടി ഒന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ ഈ നെയ്യും പഞ്ചസാരയൊക്കെ എല്ലാ ഭാഗത്തേക്ക് എത്തുന്ന രീതിയിൽ നമുക്കൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് കുഴച്ചെടുക്കുമ്പോൾ ലൂസാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടി പൊടി ഇട്ടിട്ട് ഇങ്ങനെ ലെവലാക്കി എടുത്താൽ മതി. അപ്പോൾ നമ്മുടെ മാവ് ഇവിടെ ഈ രീതിയിൽ കുഴച്ചെടുക്കണം. ഇനി നമ്മൾ ചെറിയ ബോൾസ് ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് കയ്യിൽ കുറച്ച് ഓയിലോ അല്ലെങ്കിൽ നെയ്യോ തടവിൻ്റെ ശേഷം കുറച്ച് എടുത്തിട്ട് ഇങ്ങനെ ഉരുട്ടിയെടുക്കാം. ഏകദേശം ഒരു നെല്ലിക്ക വലുപ്പത്തിലാണ് ഞാനിവിടെ ചെയ്തെടുത്തിട്ടുള്ളത്. നമുക്ക് മുഴുവനായിട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ മുഴുവനായിട്ടും ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ഈ രീതിയിലാണ് വേണ്ടത്. ഇത്ര വലുപ്പം മതി. അപ്പോൾ അടുത്തതായിട്ട് ഒരു പാൻ സ്റ്റൗവിൽ വെച്ച് നല്ലപോലെ ചൂടായതിൻ്റെ ശേഷം 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളം നല്ലപോലെ തിളച്ച് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് നേരത്തെ നമ്മൾ ഉരുട്ടി വെച്ചിട്ടുള്ള ബോൾസൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിൻ്റെ ശേഷം നമ്മൾ പെട്ടെന്ന് തന്നെ വലിയ തവി വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുക്കരുത്. ജസ്റ്റ് ഒന്നിങ്ങനെ ആ പാത്രത്തിൻ്റെ പിടുത്തം പിടിച്ചിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇനി ഇത് മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റോളം നമുക്ക് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ അത് 5 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമുക്ക് തവി വെച്ചിട്ടൊക്കെ ഇളക്കി കൊടുക്കുക. ഒരിക്കലും പൊട്ടിപ്പോകില്ല. ഇപ്പോൾ നല്ലപോലെ കുക്കായിട്ടുണ്ട്. ഈ ടൈമിൽ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കുക. നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ടിട്ടാണ് ഇത് കുക്കാക്കി എടുത്തിട്ടുള്ളത്. എന്നിട്ട് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇത് കുറച്ചൊന്ന് കുറുകി വരണം.
ഇനി 2-3 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ഇതൊന്ന് നമുക്ക് നല്ലപോലെ ഒന്ന് തിക്കായി കിട്ടും. അപ്പോൾ അതാ ശർക്കര പാനി ഒഴിച്ചിട്ട് 2-3 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേനും നമുക്കിതാ ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല തിക്കായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാൻ 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലപോലെ ഒന്നും കൂടി മിക്സാക്കി കൊടുക്കുക. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പാലാണ്. ഞാനിവിടെ പാക്കറ്റ് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 1/2 ലിറ്റർ പാലാണ്. ഇനി നിങ്ങൾക്ക് തേങ്ങാപ്പാൽ വേണമെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ലൊരു ടേസ്റ്റിനേക്കാളും നമ്മുടെ ഈ ഒരു പലഹാരത്തിന് കിട്ടുന്നത്. ആദ്യം കുറച്ച് പാൽ ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക. ശർക്കരയിൽ നമ്മൾ പാൽ ചേർക്കുമ്പോൾ ചിലപ്പോൾ പിരിയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യം കുറച്ച് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് പിന്നെ ബാക്കി ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ആദ്യം പാൽ ഒഴിച്ചിട്ട് നല്ലപോലെ മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി പാലും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ആക്കി എടുക്കുക. പാൽ ചേർക്കുമ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് ചേർത്ത് കൊടുക്കുക. പെട്ടെന്ന് തന്നെ തിളക്കരുത്. നല്ലപോലെ മിക്സ് ആക്കിയതിൻ്റെ ശേഷം നമുക്കിത് തിളപ്പിച്ചെടുത്താൽ മതി. അപ്പോൾ പാലൊക്കെ ചേർത്തിട്ട് നല്ലപോലെ ഇതാ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ലപോലെ തിളച്ചിട്ടൊന്ന് തിക്കായി വരണം. അപ്പോൾ കാണുമ്പോൾ അറിയാം. അപ്പോൾ കുറച്ച് ലൂസാണ്. അപ്പോൾ ഒന്നും കൂടി ഒന്ന് തിക്കായി കിട്ടണം. ഒരു 2 മിനിറ്റ് തിളച്ചാൽ മതി. അപ്പോൾ തന്നെ നമുക്കിത് റെഡിയായി കിട്ടും. അപ്പോൾ അതവിടെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ അങ്ങനെ പഴം അരിപ്പൊടിയും വെച്ചിട്ടുള്ള അടിപൊളിയായിട്ടുള്ള 4 മണി പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ തീ ഓഫാക്കിയപ്പോൾ ഉള്ള തിക്കിനേക്കായും ഇത് തണുത്ത് കഴിഞ്ഞപ്പോൾ ഒന്നും കൂടെ തിക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മുടെ ഒരു പലഹാരം കിട്ടേണ്ടത്. പഴം വെച്ചിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന അടിപൊളി പലഹാരമാണിത്. തീർച്ചയായും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ.